കാൽവരി കുന്നിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. യേശു കുരിശു ചുമന്ന് കാൽവരി കുന്നിലേക്ക് സ്വയം മരണത്തിലേക്ക് നടന്നെടുത്തത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് യേശു മുൾക്കിരീടം ചൂടിയതും ചാട്ടവാറടിയേറ്റതും 136 കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് സ്വയം തോളിലേറ്റി ഗാഗുൽത്ത മലയിൽ നിന്നും തുടങ്ങിയ യാതനകളുടെ ഭാരം വഹിച്ചതും എല്ലാം മാനവർക്കു വേണ്ടിയായിരുന്നു. യഹൂദരുടെ രാജാവായ നസ്രാനായ യേശു INRI എന്ന് പടയാളികൾ കളിയാക്കി എഴുതി യേശുവിന്റെ കുരിശിനു മുകളിൽ തൂക്കിയപ്പോഴും, ദാഹിച്ച് തൊണ്ട വറ്റിയപ്പോൾ കുടിക്കാൻ കയ്പുനീര് കൊടുത്തപ്പോഴും, കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ തന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിയപ്പോഴും ഒന്നും പറയാതെ സഹനത്തിന്റെയും ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ദൈവമേ ഇവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടപ്പോഴും അവൻ തന്നെക്കുറിച്ച് ആവലാതിപ്പെട്ടില്ല. അവസാനം മേഘങ്ങൾ സൂര്യനെ മറച്ച ഇരുണ്ട ഒരു വെള്ളിയാഴ്ച മനുഷ്യപുത്രൻ ഈ ലോകത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി കുരിശുമരണം വരിച്ചു. ഇന്നും യേശു കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ കറ മായാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനന്തരഫലം വലിയൊരു നന്മയായി മാറുകയായിരുന്നു. അങ്ങനെ കാൽവരിയിൽ യേശു ജീവാർപ്പണം ചെയ്ത ദിവസം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. യേശുവിനെ ക്രൂശിലേറ്റിയ ദിവസം പക്ഷേ നമ്മൾക്ക് ദുഃഖവെള്ളിയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഭാഷാപരമായി വരുന്ന പൊരുത്തക്കേടുകൾ എപ്പോഴെങ്കിലും എല്ലാവരും ചിന്തിച്ചിട്ടുമുണ്ടാകും. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു തുടങ്ങിയത്. ഗോഡ്സ് ഫ്രൈഡേ, അതായത് ദൈവത്തിന്റെ ദിനം എന്ന പേരിൽ നിന്നാണ് ഗുഡ് ഫ്രൈഡേ ആയി മാറിയതെന്നും പറയപ്പെടുന്നു. ഹോളി ഫ്രൈഡേ, വിശുദ്ധ വെള്ളി, ഗ്രേറ്റ് ഫ്രൈഡേ, വലിയ വെള്ളി, ഈസ്റ്റർ ഫ്രൈഡേ, ഈസ്റ്റർ വെള്ളി എന്നിങ്ങനെയും പല രാജ്യങ്ങളിലായി ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. ഇവയിൽ അമേരിക്ക അടക്കം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. കുരിശിൽ യേശു സഹിച്ചത് പീഡകളെങ്കിലും അവയുടെയെല്ലാം അനന്തരഫലം മാനവരാശിയുടെ രക്ഷ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ കുരിശുമരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്നും മറ്റും അറിയപ്പെടുന്നത്. അതേസമയം ജർമ്മനിയിൽ സോറോഫുൾ ഫ്രൈഡേ, അതായത് ദുഃഖവെള്ളി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലും ജർമ്മനിയിലും ദുഃഖവെള്ളിയായി ആചരിക്കാൻ കാരണം യേശുവിന്റെ പീഡാസഹനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. പെസഹ വ്യാഴത്തിന് ശേഷം യേശു യാതനകളും പീഡകളും മനുഷ്യകുലത്തിനു വേണ്ടി സഹിച്ച് മരിച്ച ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനായാണ് ഇവിടങ്ങളിലെ ക്രൈസ്തവർ ഈ പേരുപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ ആയാലും ദുഃഖവെള്ളി ആയാലും കുരിശിലൂടെ മാനവ സമൂഹം രക്ഷ പ്രാപിച്ച ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. പാപത്തിനു മേൽ നന്മ വിജയിച്ച ദിവസം എന്നും ഈ ദിനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഈശോ നടന്നു തീർത്ത കുരിശിന്റെ വഴിയുടെയും പീഡാസഹനത്തിന്റെയും ഓർമ്മയ്ക്കായി ഇന്നും ക്രൈസ്തവർ ഉപവസിച്ച് കുരിശിന്റെ വഴി ആചരിക്കുന്നു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസി സമൂഹം ഇന്നും പാപങ്ങളേറ്റു പറഞ്ഞ് കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രിസ്തുവിന്റെ പൊള്ളുന്ന ഓർമ്മകൾക്ക് മുൻപിലാണ്.